Hey there, welcome back to Sandrella. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു സ്ട്രോബെറി ജാം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് നമുക്ക് നമ്മുടെ ബാഗിൽ, പൗച്ചസിൽ, അതുപോലെ തന്നെ കാറിലെല്ലാം ഹാങ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഇതിൽ വരുന്ന ഈ ഒരു സ്ട്രോബെറി എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വീഡിയോ ഓൾറെഡി നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഈ ഒരു ഫ്ലവർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള കളറുള്ള ഒരു യാൺ എടുക്കുക. മാജിക് റിംഗ് ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് യാൺ ഇതുപോലെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് മാജിക് റിങ്ങിൽ ഒരു 10 സിംഗിൾ ക്രോഷേസ് ചെയ്തെടുക്കുക. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു ക്രോഷേ ബേസിക് സ്റ്റിച്ചിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചസ് ഒന്നും അറിയാത്തവർ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. മാജിക് റിങ് എങ്ങനെ ചെയ്യാമെന്ന് ഡീറ്റെയിൽഡായി പറയുന്ന ഒരു ഷോർട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതറിയാത്തവർ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ 10 സിംഗിൾ ക്രോഷേസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് മാജിക് റിങ് ക്ലോസ് ചെയ്യുക. റൗണ്ട് 2 ഫ്ലവറിൻ്റെ പെറ്റൽസ് ചെയ്യാൻ തുടങ്ങുക. അതിന് വേണ്ടിയിട്ട് 2 ചെയിൻസ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷേസ് ചെയ്യുക. 1 2 and 3. സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് 3 ഡബിൾ ക്രോഷേസും ചെയ്തത്. നെക്സ്റ്റ് വീണ്ടും 2 ചെയിൻസ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 1 പെറ്റലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെയിം പാറ്റേൺ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്താലാണ് നമുക്കൊരു ഫ്ലവറായി കിട്ടുക. എഗെയിൻ ചെയിൻ 2 ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷേസ് ചെയ്യുക. ദെൻ എഗെയിൻ ചെയിൻ 2 ആൻഡ് സ്ലിപ്പ് സ്റ്റിച്ച് ഇൻ ടു നെക്സ്റ്റ് സ്റ്റിച്ച്. അപ്പോൾ ലാസ്റ്റത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ സ്റ്റിച്ചിൽ തന്നെയാണ്. എന്നിട്ട് നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടെയിലെൻ്റെ നമുക്ക് ഹുക്കായിട്ട് അടുത്തുള്ള സ്റ്റിച്ചിൽ കൂടെ തന്നെ ബാക്കിലേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് 5 പെറ്റൽസുള്ള ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു 2 യാണ് തമ്മിൽ ഒന്ന് കെട്ടി കൊടുത്തിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ എങ്ങനെ ചെയ്യാൻ നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ കളർ യാണാണ് എടുത്തിട്ടുള്ളത്. സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് 4 ചെയിൻ സ്റ്റിച്ചസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് 5 അൺകംപ്ലീറ്റഡ് ഡബിൾ ക്രോഷേസ് ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിലാണ് ഈ ഒരു 5 ഡബിൾ ക്രോഷേസും ചെയ്യേണ്ടത്. യാൺ ഓവർ ആൻഡ് പുൾ എ ലൂപ്പ് ആൻഡ് പുൾ ത്രൂ ഓൺലി 2 ലൂപ്സ്. ഇതാണ് 1 അൺകംപ്ലീറ്റഡ് ഡബിൾ ക്രോഷേസ്. ഇതുപോലെ 5 ടൈംസ് ചെയ്യുക. ലാസ്റ്റ് നമ്മുടെ ഹുക്കിൽ 6 ലൂപ്സ് ഉണ്ടാവും. ആ 6 ലൂപ്സിലൂടെയും യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുക. ദെൻ 2 ചെയിൻസൂടെ ചെയ്തിട്ട് യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്കിത് ഫ്ലവറിൽ അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫ്ലവറിൻ്റെ സെൻറ്ററിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച സെൻറ്റർ പോർഷന് അതിൻ്റെ ഉള്ളിൽ കൂടെ ബാക്കിലേക്ക് പുൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിലുള്ള ഈ 2 യാൺസ് വെച്ചിട്ട് ഒന്ന് കെട്ടിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് 2 കൂടി അറ്റാച്ച് ചെയ്തെടുത്താൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഫിനിഷിങ്ങിൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നീഡിലും യാൺ എടുത്തിട്ടുണ്ട്. ഞാനൊരു ഗ്രേ കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം കളർ യാൺ യൂസ് ചെയ്തിട്ടും ചെയ്യാം. 2 ഫ്ലവേഴ്സും ഒരുപോലെ വെച്ചിട്ട് എഡ്ജിൽ വരുന്ന സ്റ്റിച്ചസിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ ഈ ചെയിനിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ സൈസുള്ളൊരു ഹുക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു യാണ് പുൾ ചെയ്തെടുക്കുക. എന്നിട്ട് ആ യാൺ കൊണ്ട് തന്നെ നല്ല ടൈറ്റാക്കിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക. ഇനി ബാക്കി വന്നയാണ് നമുക്കിതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്മോൾ സൈസ് ക്രോഷേ ഹുക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ബാക്കി പുറത്ത് നിൽക്കുന്ന യാണൻസ് ഇതുപോലെ സിസേഴ്സ് വെച്ചിട്ട് ഒന്നുള്ളിലേക്ക് ആക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ബാഗിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പൗച്ചിലൊക്കെ ഹാങ് ചെയ്തിടാം.
അതുപോലെ തന്നെ കാറിൽ വേണമെങ്കിലും ഹാങ് ചെയ്യാം. ഇതിൻ്റെ ചെയിനിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇൻക്രീസ് ചെയ്താൽ കാറിലെല്ലാം ഹാങ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കീ ചെയിൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് ഓൾസോ ഇതുപോലത്തെ ഇനിയും ക്രോഷ്യ പാറ്റേൺ ട്യൂട്ടോറിയൽ വീഡിയോസ് വേണമെങ്കിൽ ഡു സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾക്ക് ക്രോഷ്യ ഫ്രീ റിട്ടേൺ പാറ്റേൺസ് വേണമെന്നുണ്ടെങ്കിൽ Sandrella.com എന്ന നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.